എന്നാലും എന്റെ വിജയേ ആ പെണ്ണിന്റെ ജീവിതം പോയില്ലേ. എന്ത് ജീവിതം പോവാൻ ചേച്ചി? അവനൊരു നല്ല ഒരുത്തനാണ്. എന്റെ ആങ്ങളയുടെ വീടിന്റെ അടുത്താണ് അവന്റെ വീട്. നല്ലതായാലും ചീത്തയായാലും പെണ്ണ് ഒളിച്ചോടി പോയപ്പ ആ ബിന്ദുവിന്റെ കുടുംബത്തിന്റെ അഭിമാനം പോയാ. ഈ ലോകത്ത് ആദ്യമായിട്ട് ഒളിച്ചോടുന്നവരൊന്നല്ലവര്. ഓ, എന്നാലും ആ പഞ്ചായത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോ ഞാൻ എന്റെ ദൈവമേ നായിപ്പോയി. ഷോ, അതിന് ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത്? ബിന്ദുവിന്റെ മോളല്ലേ ഒളിച്ചോടി പോയത്. എനിക്കെന്തിനു വിഷമം? ഞാനേ ബിന്ദുവിനോട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെണ്ണൊന്ന് സൂക്ഷിക്കണോട്ടാന്ന്. അതിന്റെ കുണുങ്ങിയുള്ള ഫോൺ വിളി വർത്താനം ഒക്കെ കണ്ടപ്പോ എനിക്കറിയാം ഒളിച്ചോടി പോകുന്നു. അപ്പൊ പറഞ്ഞപ്പോ ഞാൻ കുറ്റക്കാരിയായി. രാധ ടീച്ചർ നാവ് കരുനാക്കാണെന്ന് പറഞ്ഞു. കരുനാക്കൊന്നല്ല, നടക്കാൻ പോണ കാര്യം എനിക്ക് മനസ്സിൽ തോന്നുമ്പോ ഞങ്ങൾ പറഞ്ഞു, അത്ര തന്നെ. നമ്മുടെ നല്ല മനസ്സായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ തോന്നിയാ അയ്യോ അവരറിയണ്ടേ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊന്നും പറയും. അപ്പൊ കരുനാക്കായി, കരിങ്ങണ്ണായി. ഇനിയിപ്പൊ എന്തായാലും എല്ലാവർക്കും കല്യാണം ഉണ്ടാവുമല്ലോ. എന്തിനിപ്പ പാഴ്ചെലവ് കല്യാണമൊക്കെ നടത്തിയിട്ട്? ഇപ്പൊ ചെക്കൻ്റെ വീട്ടിലല്ലേ നിൽക്കണത്, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുന്നേ. പിന്നെ ഇനി കല്യാണമൊക്കെ നടത്തേണ്ട ആവശ്യം എന്താണ്? ബിന്ദു പിറ്റേ ദിവസം തന്നെ മോളെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടോ എന്നാണ് കേട്ടത്. ചിലപ്പോ അത് ശരിയായിരിക്കും കേട്ടാ. പക്ഷെ ചെക്കനും കൂടി കൂടെ പോയിട്ടുണ്ടാവും ബിന്ദുവിന്റെ വീട്ടിലോട്ടേ. അവനൊരു വാലയെ തൊങ്ങിയാണെന്നേ. അവനെ ആറ്റം ബോംബ് ഉണ്ടാക്കണ കമ്പനിയിലാണ് ജോലി എന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്നോട്. ആറ്റം ബോംബല്ല ചേച്ചി, ആറ്റംബർഗ് ഒരു കമ്പനിയുടെ പേരാണത്. ഓ അങ്ങനെയാണോ? എന്നാ ശരിയായിരിക്കും കേട്ടോ, അങ്ങനെ ഇരിക്കും. ഇടക്കിടക്ക് ആ ചെറുക്കനെ അവന്റെ ഇളയച്ചന്റെ വർക്ക്ഷോപ്പിൽ പോയി പണിക്കും പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ അധ്വാനിയാണ് ആ ചെറുക്കൻ. എന്തധ്വാനം? ഇതൊക്കെയാണ് അധ്വാനം. അതൊക്കെ എന്റെ മോൻ. അവൻ പഠിച്ചിട്ടിരിക്കുന്ന കാലത്ത് 2 രൂപ ബസ്സിനുള്ളത് കൊടുത്ത അവനത് കൂട്ടി വെച്ച് എന്തെങ്കിലും മേടിക്കും നടന്നു പോയിട്ടേ. അതുപോലെ തന്നെ രാവിലെ എനിക്ക് പച്ചക്കറിയൊക്കെ നനച്ച് ആ പച്ചക്കറിയും കൊണ്ടാണ് അവൻ പോണത്. എന്താ വണ്ടിക്ക് പോയിക്കോടാന്ന് പറഞ്ഞാൽ 2 രൂപ വണ്ടിക്കൂലി കൊടുക്കണം. അതും കൂടി എടുത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോയി ഹോട്ടലിൽ ചെന്ന് 2 മണിക്കൂറോളം ഹോട്ടലിൽ പണിയെടുത്തിട്ടാണ് അവൻ സ്കൂളിൽ പോണത്. സ്കൂളിൽ നിന്ന് വന്ന വഴി പിന്നെ ഹോട്ടലിൽ കയറി, പിന്നെ അവിടെ റബ്ബർ ഷീറ്റ് ഇവിടെ ആരുടെയെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് റബ്ബർ ഷീറ്റും കൊണ്ട് പിന്നെയും പോവും. വൈകുന്നേരം തിരിച്ചു വരുന്നത്. അതൊക്കെയാണ് അധ്വാനം. കുറെ കാലം വർക്ക്ഷോപ്പിലൊക്കെ പോയിരുന്നവൻ പിന്നെ സർവീസ് സ്റ്റേഷനിൽ നിന്നിരുന്നല്ല. അതൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? അതെനിക്കറിയാം. അതുകൊണ്ടാണ് അവൻ 10ാം ക്ലാസ് തോറ്റുപോയെന്നല്ലേ ചേച്ചി പറയാറ്? അതെ. ഇല്ലെങ്കിൽ എവിടെ എത്തേണ്ട ചെക്കനാണ് പാവം. അതെ. അവന്റെ 2ാമത്തെ കെട്ടിയോളും പിണങ്ങിപ്പോയിന്ന് കേക്കണ്ടല്ല, ശരിയാണോ ചേച്ചി? അവള് വീട്ടിലോട്ട് 2 ദിവസത്തേക്ക് നിക്കാൻ പോയതാണ്. അങ്ങനെ ഒന്നല്ലല്ല കഴിഞ്ഞ ദിവസം സുമതി ചേച്ചിനെ കണ്ടപ്പോ പറഞ്ഞത്. അതെ, ആൾക്കാർക്കൊക്കെ എന്താ പറയാൻ മേലാത്തത്. എന്നോട് എല്ലാവർക്കും അസൂയല്ല, എൻ്റെ മോനോടും അസൂയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണേ. അവള് 2 ദിവസം കഴിയുമ്പോ ഇപ്പൊ ഇങ്ങോട്ട് വരും. അവന്റെ ആദ്യത്തെ ഭാര്യയും പിണങ്ങിപ്പോയപ്പോ ചേച്ചി ഇത് തന്നെയാ പറഞ്ഞത്, വീട്ടിൽ 2 ദിവസം നിൽക്കാൻ പോയൊക്കെയാണെന്ന്. അത് കഴിഞ്ഞ് ഡൈവോഴ്സൊക്കെ ആയപ്പോഴാണ് ചേച്ചി ഞങ്ങളോടൊക്കെ പറഞ്ഞത്. ഇത് പക്ഷെ അങ്ങനെ ഒന്നല്ല, 2 ദിവസം നിൽക്കാൻ പോയതാണ്. അവിടെ എന്തോ ഉത്സവമോ അങ്ങനെ എന്തോ പരിപാടി. കഴിഞ്ഞ ദിവസം വാസു ചേട്ടന്റെ വീട്ടില് എന്തായിരുന്നു പ്രശ്നം ചേച്ചി? അതെന്താണെന്നാ, വാസു ചേട്ടനെ പിള്ളേര് കാണാണ്ട് വണ്ടി എടുത്തോണ്ട് പോയിന്ന്. ഏതോ മരത്തുമ്മ കയറ്റി പിള്ളേര് അതും പറഞ്ഞ് ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ ആ ചീത്ത പറയുന്നത് നേരത്തെ അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് കേട്ടങ്ങോട്ട് ഉല്ലസിച്ച്. അവൻ എന്തൊക്കെ എന്നോട് ചെയ്തിരുന്നു വാസു. ചെറുതിലോടങ്ങി അവൻ എന്നോട് വൈരാഗ്യവും ദേഷ്യമാണ്. എന്റെ പറമ്പ് വെട്ടി പിടിച്ചവൻ എന്റെ റബ്ബർ ഷീറ്റ് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അവന് കിട്ടിയത് നന്നായി. 2 ആൺമക്കളിട്ട് പൂരിക്കുന്നുണ്ടായിരുന്നു. അതാണാ. അവന് വല്ല ആവശ്യം ഉണ്ടായില്ല. 2 ആൺമക്കളുണ്ട്. അവിടെ പോണോടാ ഇവിടെ പോണോടാന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുപോയില്ല, എല്ലായിടത്തും കൊണ്ടിടക്കണല്ലേ. അവരെ ആരെ അറിയിക്കാണ്ട് അവര് ഇല്ലാത്ത സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് പോയി മരത്തുമ്മ കയറ്റി പൊളിച്ച്. പുതിയ വണ്ടി പൊളിച്ചെന്നാണ് കേട്ടത്. എന്റെ തമ്പുരാനേ, ഞാനവിടെ ചെന്നപ്പോ തെറിയുടെ പൂരാണ്. അച്ഛനാണെന്നൊന്നും അവര് നോക്കണല്ല. വണ്ടി പുതിയ വണ്ടിയല്ലേ എന്റെ പൊന്നോ. ശ്യാമളയുടെ വീട്ടിലെ കാര്യം അറിഞ്ഞായിരുന്നാ? ഇല്ലല്ല, എന്താണ്? അവളുടെ അനിയത്തിയുടെ ഭർത്താവായിട്ടേ അവക്കെന്തോ അവിഹിതം ഉണ്ടെന്ന്. അയ്യോ, അങ്ങനെ ഒന്നും ഉണ്ടാവൂലേ ചേച്ചി? എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത് വെറുതെ? അയ്യോ, ഞാൻ ചുമ്മാ ഒന്നും പറയണില്ല. എനിക്കത് പണ്ടേ തോന്നിയാണ്. ഞാൻ പിന്നെ പറയാൻ എന്തിനാണ് വെറുതെ ഒരു കുടുംബം കലക്കണമെന്ന് വിചാരിച്ച്.
അവളുടെ ഇളയ മോനില്ലേ അനിയത്തിയുടെ ഭർത്താവിൻ്റെ ഒരു ചായ ഉണ്ട് ആ മുടന്ത് വരുന്നുണ്ട് അവന്. ആ അതെ അതെ. നീ അത് ശ്രദ്ധിച്ചാൽ മതി ഇനി അവനെ കാണുമ്പോ. ശരിക്കും അവന്റെ പോലെ തന്നെ ഇങ്ങനെ തൊണ്ടി തൊണ്ടിയാണ് നടക്കണത് ഇളയവനും. അതവൻ വണ്ടിന്ന് കണ്ട് വീണല്ലേ ചേച്ചി? പിന്നെ വണ്ടിന്ന് വീണിട്ടൊന്നല്ല അവൻ അങ്ങനെ നടക്കണത്. ശരിക്കും അവൻ്റെ ഒരു മുണ്ടുണ്ട് പതുക്കെ. പണ്ട് എൻ്റെ മോൻ്റെ ഒപ്പം സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ 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 മുമ്പിൽ പൊത്തി പോണത് ഞാൻ കണ്ടിട്ടുണ്ടേ. അതെ അതെ. എടിയേ നിന്റെ മോക്ക് കുറച്ച് ദിവസമായിട്ട് ഇത്തിരി ഫോൺ വിളി കൂടുതലാണല്ല. പ്രായം അത്ര നല്ല വെടുപ്പുള്ള പ്രായമല്ല കേട്ടാ, ഒന്ന് സൂക്ഷിച്ചാ നല്ലത്. അവളങ്ങനെ ഒന്നും പോകൂല ചേച്ചി. ഞാൻ അങ്ങനെ ഒന്നല്ല അവളെ വളർത്തിയേക്കണത്. എല്ലാ തള്ളമാരും ഇതുപോലെയാണ് പറയാറ്. നീയെങ്കിലും ആ ഡയലോഗ് ഒന്ന് മാറ്റിപ്പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ച്. എടി അകത്തോട്ട് പോയി. അമ്മക്ക് ഭ്രാന്തായ? അല്ല സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് കേട്ടാ. എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. കേൾപ്പൊടി. ഒരു മിനിറ്റ്. അവക്കേ ഓഫീസിൽ നിന്ന് എപ്പോഴെപ്പോഴും കോള് വരും. അപ്പൊ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണേ. അല്ലാതെ വേറെ ആരും അല്ലട്ട വിളിക്കണത്. ആ അതെനിക്ക് മനസ്സിലായി. അപ്പൊ എന്തോ വന്തികളുണ്ടല്ല. എന്നാ ചേച്ചി ഇല്ലേ, എനിക്ക് കുറച്ച് പണിയുണ്ടേ. നാത്തൂനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. ആണോ? ആ അപ്പൊ എന്തെങ്കിലും വിശേഷം ഉണ്ടാ? വിശേഷമൊന്നുമില്ല. നാത്തൂന് ഇടയ്ക്ക് ഇങ്ങടെ വന്ന് പോവാറുണ്ട്. പിന്നെ ചേട്ടൻ ദുബായിലല്ലേ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കണത് നാത്തൂരാണ്. പിന്നെ വല്ല ഭാഗം പിന്നെ വല്ല കാര്യം പറയാനായിരിക്കും. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നേ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. പശുവിനെ തൊടിയിൽ നിർത്തിയിട്ടാണ് വന്നതേ. പോട്ടെ ഏട്ടാ, പിന്നെ വരാം. ആയിക്കോട്ടെ. ആരാധ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവളുടെ ഫോൺ വിളി. അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. എൻ്റെ തിരുമിനി അവർ എത്ര വീട്ടിൽ പോയി ഇത് പറയൂന്നാവോ. കുത്തം കേട്ടവള്. എന്ത് പറയാനാണ് ചേച്ചി? ഇതുപോലെ നാശങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പിടിക്കില്ലാണ്ട് എന്താണ്? എനിക്ക് ഈ വലിയ ഫോണൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളാണ് അന്വേഷിക്കാറില്ല. പിന്നെ ഈ ഫോണിന്റെ പരിപാടി എനിക്ക് അറിഞ്ഞും കൂടാ. ഇതിപ്പോ ഓരോരുത്തരാഴ്ച വരുമ്പോൾ ഞാനിത് കാണുന്നത്. ആ അതെ ഞാനേ ശരിയെന്നാ ഇവിടെ എത്തി. ചേട്ടനാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ചെന്നിട്ട് വിളിച്ചു പറയണം. ഉള്ളിക്ക് അവിടെ ആദ്യം കയറിയിട്ട് വയ്യേ, അതാണ് പ്രശ്നം. എന്തോ പന്തികളുണ്ടല്ല. ആ ശരിയെന്നാ കേട്ടാ ചേച്ചി. ഞാനിതൊന്നും അറിഞ്ഞില്ല നാത്തൂനെ. അറിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കോ? എനിക്ക് അപ്പോഴേ തോന്നി ചേച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ഓ എനിക്ക് ചേട്ടൻ ഇതൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞപ്പില്ലേ എൻ്റെ ദേ തൊലി ഉലിഞ്ഞു പോണല്ലോ നിശോ. അതിന് തൊലി ഉലിഞ്ഞു പോവാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ല അമ്മായി. ഞാൻ കണ്ടടി ഡാൻസും കൂത്തുമൊക്കെ. എന്തൊക്കെയാണ് ആ ചെറുക്കനായിട്ട് കാണിക്കണേന്നാ. ഓ അതെന്റെ കൊളീഗാണ് അമ്മായി. ആരാണെങ്കിലേ കണ്ട ചെക്കന്മാരായിട്ട് ഡാൻസ് കളിച്ച് കൂത്താടാനാണ് നീ ജോലിക്ക് പോണത്. പോയി പോയി കുടുംബത്തിന്റെ അഭിമാനവും പാരമ്പര്യവും ഒക്കെ പോയി. ആ അത് പറയാനുണ്ടാ. ഇവള് കാരണം എല്ലാം തൊലഞ്ഞ്. ദുബായിലുള്ള ഇവളുടെ അമ്മാവൻ തലയിൽ കൂടെ മുണ്ടിട്ടാണ് അവിടെ നടക്കണെന്നാണ് പറയണത്. പാവൻ ചേട്ടൻ ഇന്നലെ എന്നെ വിളിച്ച് പറയണേ എങ്ങനെ ഇനി നമ്മുടെ മക്കൾക്ക് നല്ല ആലോചന വരുകൂടിയെന്ന്. എൻ്റെ പെങ്ങളുടെ മോൾ ഇങ്ങനെ നടക്കയില്ലേ എന്ന്. സത്യമല്ലേ അമ്മ? അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. അവൻ്റെ ഒപ്പം ഞാനൊരു ഡാൻസ് കളിച്ച്, അത് മാത്രമേ ഉള്ളൂന്നേ. ഡാൻസ് കളിക്കാനാണോടി നീ ജോലിന്നും പറഞ്ഞ് രാവിലെ ഇവിടുന്ന് കെട്ടിയൊരുക്കി പോണത്? ആ ഡാൻസ് ഒന്ന് കാണണം ചേച്ചി. ചേച്ചി ചങ്കൂട്ടി ഇവിടെ വീണ് ചാവും. ഓ എനിക്കത് കണ്ടിട്ട് എന്തോ പോലെ ആയിപ്പോയി. ആ അപ്പൊ എപ്പോഴും ഫോൺ വിളിക്കുന്ന അവനെ തന്നെ ആയിരിക്കും. അപ്പൊ പാവക്കത്തോട്ടത്തിൽ നിന്ന് വർത്താനം വേണം കണ്ടപ്പോ എനിക്ക് തോന്നിയതാണ്. നീയേ ഒരു പണി അവനോട് വിളിച്ച് പറ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ. ഞാനും അവനും ഡാൻസ് കളിക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് എൻ്റെ അക്കൗണ്ടിലാണ്. പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഹങ്കാരി തന്നെ അവള്. വേണ്ടടി കളയണ്ട. നീ ഇപ്പൊ വലിയ ജോലിക്കാരിയായില്ലേ. പിന്നെ അമ്മാവനും അമ്മായിയൊക്കെ പറഞ്ഞ എന്തിനാ കേൾക്കണെന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും ആവ്. ആ അങ്ങനെ ചോദിക്കും.
എടി അമ്മായി പറയണ കേക്ക് നീ ഡിലീറ്റ് ചെയ്ത് കളാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ എന്തായാലും ഇത്ര സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്. ആ കണ്ടേച്ചി കണ്ട, എന്റെ തമ്പുരാനെ, നിന്റെ ഒപ്പം ഡാൻസ് കളിച്ച ക്രിസ്ത്യാനിയല്ലേ ചെക്കൻ. എടി ഉരുമ്പെട്ടവളെ, നിന്നെ പുറത്തു പോയൊക്കെ പഠിക്കാൻ വിട്ടത് എന്റെ തെറ്റ്. അതുകൊണ്ട് ഇങ്ങനെ നേരെ എന്നോട് പറയാറായത് നീ. അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൂടെ ഡാൻസ് കളിച്ച ആളൊന്നല്ല, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് വേറൊരാളാണ്. ആഹാ, ആരാണെന്ന് പറ, എന്നിട്ട് വേണം എനിക്കിത് ഗ്രൂപ്പിലിടാൻ. ആരടി അവൻ? ആരടി പറയടി. അത് എൻ്റെ ചേച്ചി. ഇതൊരു നടക്കുമോ ലക്ഷണമില്ലട്ടാ. ആ ശരിക്കും അങ്ങോട്ട് കേൾക്കുന്നില്ല, പറഞ്ഞു. ആരാണെന്ന് പറ. നമ്മുടെ കൂട്ടരൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നിന്റെ അമ്മാവന്റെ കാല് പിടിച്ച് കൈയും പിടിച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലും നടത്താം. കൂട്ടരല്ലെങ്കിൽ എന്നോട് പറയണ്ട. അല്ലെങ്കിൽ പിന്നെ ബിന്ദുവിന്റെ മോളെ പോലെ ഒളിച്ചോടി പോണം. അങ്ങനെ എങ്ങാനും പോയാല് പിന്നെ തീർന്ന്. എനിക്കൊരു മോളുള്ളതല്ലേ, അവക്ക് പിന്നെ നല്ല ആലോചന വരുമോ? മോന് പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങള് ആലോചിച്ചിട്ട് നടത്താന്ന് വിചാരിക്കാം. മോളുടെ കല്യാണം ഒന്നും നടക്കൂല അങ്ങനെയാണെങ്കിൽ. പിന്നെ നാത്തൂനൊന്ന് ആലോചിച്ചു നോക്കി, ഇതൊക്കെ നടക്കണ കാര്യമാണ്. ഒരാളെ പ്രേമിച്ച് അയാളുടെ ഒപ്പം ഇറങ്ങി പോന്നിട്ട് കല്യാണമായിട്ട് നടത്തിയെന്ന് പറയാം. എന്നിട്ട് എൻ്റെ അവസ്ഥ എന്തായിരുന്നു നാത്തൂന് അറിഞ്ഞൂടെ? മരിക്കണത് വരെ അടിയും കുത്തും വഴക്കുമായിരുന്നു. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റൂല്ല. പുള്ളി ചത്തുമാർ ലോകത്തെത്തിയതിന് ശേഷമാണ് എനിക്ക് സമാധാനവും സ്വസ്ഥത ഉണ്ടായത്. ആരാണെന്ന് പറ. അത് ദിനുവേട്ടനാണ്. എന്റെ മോനാ, എന്റെ അമ്മേ. അയ്യോ അതാരാണ്? ഞാനാണ് വിജയേ, രാധ ചേച്ചിയാണ്. അയ്യോ അപ്പൊ ചേച്ചി പോയില്ലായിരുന്നാ? ഇല്ല, ഞാൻ പോയില്ല. ഞാനേ നാത്തൂനൊന്ന് പരിചയപ്പെടാലോ ഓർത്ത് കേറി വന്നതാണ്. അല്ലാതെ ഒളിഞ്ഞു കേട്ടോണ്ടൊന്നിരുന്നല്ലേ? അല്ല മോനെ, വിനുവേട്ടൻ എന്ന് പറഞ്ഞത് എന്റെ മോനാണാ? ഇവരുടെ മോനാ? രണ്ടാം കിട്ടാ? അയ്യോ അയ്യേ, ഇവരുടെ മോനൊന്നല്ല, എന്റെ മുറച്ചെറുക്കനാണ്. എന്റെ മോന്റെ കുട്ടനാ? അതെ അതെ അമ്മായി. അമ്മായി ഏട്ടി ബന്ധത്തിനെതിരേക്കല്ലേ. എനിക്കും ദിനുവേട്ടനെ പിരിയാൻ പറ്റുമെന്ന് തോന്നണില്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഓ ഞാൻ വെറുതെ പേടിച്ചു പോയി. എന്നാ ഞാൻ ശരിക്കും പോട്ടെ വിജയ. അയ്യോ എന്റെ ഫോൺ പോട്ടെ കേട്ടാ. എന്റെ പൊന്നു തമ്പുരാനെ, ഈ രാധ ചേച്ചിക്ക് ഒരാഴ്ച പറഞ്ഞു നടക്കേണ്ടതായിട്ടുണ്ട്. ഓ ആരാണ് ഈ മെസ്സേജ് അയച്ചുവിട്ടുള്ളത്? ഒരു പഞ്ചായത്ത് ഗ്രൂപ്പിലേ. പുതിയൊരു ഹോട്ട് ന്യൂസ് ഉണ്ട് കേട്ടാ. നമ്മുടെ വിജയുടെ മോൾക്ക് മോർച്ചെറുക്കനോട് കൊടിയ പ്രേമം. കല്യാണം ഉണ്ടാവുമായിരിക്കും. ഒളിച്ചോടി പോവാതിരുന്നാ നാട്ടുകാർ മൊത്തം അറിഞ്ഞാവുന്നത്. രാധ ചേച്ചി ഗ്രൂപ്പില് വോയിസ് ഇട്ടേക്കണ്. അയ്യോ താങ്ക് യു രാധ ചേച്ചി. എന്തായാലും ഈ കല്യാണം നടക്കും. നാട്ടുകാരൊക്കെ അറിഞ്ഞല്ല, ഇനി നടത്താതിരിക്കാൻ പറ്റൂലല്ല. ഗ്രൂപ്പ് ഒന്നാളി കത്തിയിട്ടുണ്ട്. ഇനി ബിന്ദുവും വിജയ ഒന്നും വേണ്ട, പഞ്ചായത്ത് ഗ്രൂപ്പ് ഭരിക്കാൻ ഞാൻ മതി. ആടെ അടിക്കളിക്കടി.